നമ്മളിപ്പോൾ ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ടിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പം പറയാറുണ്ട് പേഷ്യൻസോട് കൂടി ദിവസങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം മീൻ കൊത്തുന്നു. ചിലപ്പോൾ ആ സ്ഥലത്ത് മീൻ ഉണ്ടാവില്ല. അത്രയും ഡെസ്പായി പോയൊരു സിറ്റുവേഷൻ. പക്ഷേ ടൈം ഹീൽ ചെയ്തു അതിനെയും. അത്രയും വലിയൊരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മുടെ കീഴെ നമ്മൾ ജോലിക്ക് വെക്കേണ്ടി വരിക നമ്മളെക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരാളെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത്, അവർ പറയുന്നത് കേൾക്കാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഞാനാണ് പൈസ ഇറക്കിയത്, എനിക്കെല്ലാം അറിയാം, നീ ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ശ്രീ. ഇതിലൊരു കോൺഫിഡൻസിൻ്റെ ഒരു ഇന്നേറ്റ് കോൺഫിഡൻസിൻ്റെ ഒരു കാര്യമുണ്ട്, വിച്ച് പ്രോബബ്ലി യു ഹാവ് ബിൽഡപ്പ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതെങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തത് ഫോർ യു പേഴ്സണലി, ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഇന്നേറ്റ്ലി നമ്മൾ ഉള്ളിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക? ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ്? നമ്മൾ ഗ്രൂമിങ്ങോ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്താലും ഈ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു വലിയ സംഭവം കിടപ്പുണ്ട്. അതെങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുക ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് യു സീ? ഈ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ക്ലാരിറ്റി വേണം. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സബ്ജക്റ്റ് നോളജ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. അവിടെ നിന്നല്ലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. നമ്മളൊരു വേദിയിൽ സംസാരിക്കാൻ കയറി, ഓക്കെ, എൻ്റെ അടുത്ത് നിങ്ങൾ തന്ന ടോപ്പിക്ക് കെമിസ്ട്രിയിലെ എന്താ ഒരു സാധനത്തിൻ്റെ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ സബ്ജക്റ്റ് നോളജ് ഇല്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയിൽ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോകുന്ന മേഖലയിൽ എനിക്ക് നല്ല നോളജ് ഉണ്ടാവണം. അപ്പോൾ ആ നോളജ് നമ്മൾ എത്ര നന്നായി ബിൽഡ് ചെയ്തെടുക്കുന്നോ അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അത് ഏത് കാര്യം ഹാൻഡിൽ ചെയ്യാനായാലും ശരി തന്നെ. ഇപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പറയാൻ കോണ്ടൻ്റ് ഇല്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കേണ്ടി വരും. അല്ല, ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ വായന എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമായിരിക്കും. പോഡ്കാസ്റ്റ് കേൾക്കാമല്ലോ. എത്ര പോഡ്കാസ്റ്റുകൾ, നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്. എത്രയോ ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ യൂട്യൂബിൽ ചുമ്മാ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് കേൾക്കാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഉണ്ടല്ലോ, ഇത് അക്വയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോഴും പഠിക്കാറുണ്ട്, ഞാനിപ്പോഴും ഒരുപാട് വായിക്കാറുമുണ്ട്, ഒരുപാട് ഞാൻ കേൾക്കാറുമുണ്ട്. എന്തോ ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും അതെല്ലാം അറിയാമെന്നൊരു അഹങ്കാരം എന്നിൽ വന്നിട്ടില്ല. അഹന്ത ഒരു നാളും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടുതൽ കാണുകയും കേൾക്കുകയും വായിക്കുകയും സംസാരിക്കുകയും. ഇന്നലെ ഞാനൊരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ കൊച്ചിയിലുള്ള ഒരു കോളേജിൽ. അത് എന്തിനാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫൈൻ ആർട്സ് കോളേജിലാണ് പോയത്. RLV എന്ന് പേരുള്ളൊരു ഫൈൻ ആർട്സ് സർക്കാരിൻ്റെ കോളേജാണ്. അത് എന്തിനു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഫൈൻ ആർട്സിലുള്ള പലതരത്തിലുള്ള കോഴ്സുകളെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് അറിവ് നേടാനാണ്. അവിടെ ഞാനൊരു കുട്ടിയാണ്, ഞാൻ ചെന്ന് നിന്ന് ആ സാറിനോട് ചോദിക്കുകയാണ് കാര്യങ്ങൾ. ആ സാറിൻ്റെ പ്രായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ ഞാനും അദ്ദേഹവും തമ്മിൽ ഇതൊന്നും അല്ല അവിടെ വിഷയം. ഞാൻ അവിടെ ഒരു സാധാരണ കുട്ടിയാണ്, ഇരുന്ന് നമ്മൾ കഥ കേൾക്കുകയാണോ. അതാണ് സബ്ജക്റ്റ് നോളജ്. നാളെ ഒരാൾ ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നു? ഈ സബ്ജക്റ്റ് നോളജ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. സോ എല്ലാവരും, ഇഫ് യു വോണ്ട് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് you have clarity. Believe me, clarity is capacity. Clarity. ആ ക്ലാരിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ, ആ ക്ലാരിറ്റിയാണ് സബ്ജക്റ്റ് നോളജും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേരുമ്പോഴാണ് ആ ക്ലാരിറ്റി ഉണ്ടാവുക നിങ്ങൾക്ക്. ആ ക്ലാരിറ്റിയാണ് നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസ് ഓഫ് കോഴ്സ് സബ്ജക്റ്റ് നോളജാണ്, പക്ഷെ അതിനപ്പുറം ഒരു സാധനമുണ്ട്, സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അത് ബിൽഡ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്? അത് ബിൽഡ് ചെയ്യാനെന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് ആളുകളോട് പറയാറുണ്ട്, നമ്മളെപ്പോഴും റോഡിലേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോഴോ പോലും നമ്മുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ആരും വിളിക്കാനില്ല, ആരും വാട്സപ്പ് അയക്കാനുമില്ല, എന്നാലും നമ്മളിത് ഞോണ്ടും. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയില്ലേ, ഒരു കാര്യമില്ലാത്തൊരു പുസ്തകം എടുത്ത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കും. ഓക്കെ, കാരണം ഇതെല്ലാം വിട്ട് എൻ്റെ 2 കൈകളും ഫ്രീ ആക്കി ആളുകളുടെ മുഖത്ത് നോക്കി നടക്കാൻ ഞാൻ ശീലിച്ചില്ല. കാരണം ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല.
അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ആ ഫോൺ എടുത്ത് മാറ്റി വെക്ക്. രണ്ടാമത്തത് നിങ്ങൾ സ്ഥിരം കൊണ്ട് നടക്കുന്ന ആ ബാഗ് ഒന്നെടുത്ത് മാറ്റ്. കയ്യിൽ പിടിക്കുന്ന സാധനങ്ങൾ മാറ്റ്. വെളിയിലിറങ്ങി നടക്കുമ്പോൾ കൈ വീശി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി വിഷ് ചെയ്ത് സ്മൈൽ ചെയ്ത് നടക്ക്. ആരും തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കും, പോകുന്ന വഴിക്ക് നീ എന്തിനാണ് നോക്കി ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന്. ഇറ്റ്സ് ഓക്കെ, യു ബിൽഡ് ഇറ്റ് അപ്പ്. ഓട്ടോമാറ്റിക്കലി പതുക്കെ ആ സാധനം നിങ്ങൾക്ക് വരും. ഇറ്റ്സ് ഓക്കെ, ആളുകൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. ബിൽഡായി വരും. അപ്പം ഇതിനെ നമ്മൾ കോൺഷ്യസ് ആയ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും. ഇഫ് തന്നെ നമുക്കത് ഇതാവുന്നില്ലെങ്കിൽ കോൺഷ്യസ്ലി ഈ എഫേർട്ട് നമ്മൾ എടുക്കുക തന്നെ വേണ്ടി വരും. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന സാധനമൊന്നുമല്ല. എൻ്റെ ആദ്യത്തെ പബ്ലിക് സ്പീക്കിംഗ് എൻ്റെ ധന്യ 5ാം ക്ലാസ്സിൽ ഞാൻ ആ സ്കൂളിൻ്റെ മൊത്തം നിന്ന് വിറച്ച് മൈക്കും പിടിച്ച് ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവളാണ്. എന്നെക്കൊണ്ട് പറ്റിയില്ല. ഇംഗ്ലീഷിൽ 5ാം ക്ലാസ്സിലൊരു പ്രസംഗം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടതാണ്. ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നില്ല അന്ന്. കാരണം കാണാതെ പഠിച്ചു പോയതാ. ആ കാണാതെ പഠിച്ചു പോയ സാധനത്തിൻ്റെ ഒരു ലൈൻ വിട്ടപ്പം എല്ലാം പോയി, പേടിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കി ആ സാധനം ഞാൻ ഉള്ളിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എനിക്ക് വരില്ല. കറക്റ്റ്. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിലൊരു പ്രശ്നവുമില്ല. 9ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മളെ സ്കൂളിൽ ഒരു വലിയ സ്കൂൾ ആനിവേഴ്സറി ഫംഗ്ഷൻ, 2ാമത്തെ വർഷമാണ് ആ സ്കൂൾ ആനിവേഴ്സറി നടന്നത്. അന്ന് സ്കൂൾ ലീഡറായിരിക്കെ ഫസ്റ്റ് വെൽക്കം സ്പീച്ച് ഫുള്ള് ഇംഗ്ലീഷിലൊരു വലിയ ക്രൗഡിനെ നോക്കി പറഞ്ഞ് ഓക്കെ. അവസാനം പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഹാവ് എ ഗ്രേറ്റ് ഈവനിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ തന്നെയാണ്. അടിപൊളി ത്രില്ലാണ്. കാരണം അത് ഞാൻ കാണാതെ പഠിച്ചല്ല പറഞ്ഞത്, അത് മനസ്സിൽ ആ കോണ്ടന്റ് ഉള്ളിലെടുത്ത് ആ ഫുൾ വെൽക്കം സ്പീച്ചിനെ ഓരോരുത്തരെയും വെൽക്കം ചെയ്തത് ഞാൻ ഓരോരുത്തരെ കുറിച്ച് ഞാൻ പഠിച്ചു. എന്നിട്ട് അതെൻ്റെ സ്വന്തം ഭാവിയിൽ നിന്ന് ഒഴുകിയതാണ്. ആ സാധനം വരും, ആ കോൺഫിഡൻസ് വരും. അതിന് പ്രാക്ടീസ് വേണം. ഇതിനെല്ലാം കൺസിസ്റ്റൻ്റ് ആയ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഒരു ദിവസത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് കരഞ്ഞ് പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് തോന്നും, ഓ എന്തൊക്കെ അവർക്ക് കപ്പാസിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഐ ഹാവ് ഹോപ്പ് ഇൻ എവറി സിംഗിൾ പേഴ്സൺ ദാറ്റ് ഐ മീറ്റ്. ഒരാളും ഹോപ്പ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. എല്ലാവരിലും എന്തൊക്കെയോ ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് 3 വാക്കുകളാണ് മെയിൻ വരുന്നത്. വൺ ഈസ് കൺസിസ്റ്റൻസി. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. ദാറ്റ് ഈസ് അനദർ വൺ. കാൽക്കുലേറ്റഡ് റിസ്ക്. മൂന്നാമത് എല്ലാത്തിനും എഫേർട്ട് എടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് അതിന് വേണ്ടി വരും. Coming to the end of the conversation, but ഒരു കാർഡ് ഗെയിം ഉണ്ട്. വിൽ ടേക്ക് ദാറ്റ് കാർഡ് ഗെയിം ബിക്കോസ് ഐ എം വെരി ക്യൂരിയസ് ഇതിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നതെന്ന്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു ശ്രീ, കാരണം ഈ ഒരു പോയിന്റിൽ വന്ന് എത്തി നിൽക്കുക ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ ഫ്രം വെയർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എത്ര സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ മെഷർ ചെയ്യേണ്ടത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ്. യുനോ, ആൻഡ് വെൻ ഐ ലുക്ക് അറ്റ് യുവർ ലൈഫ് ജേർണി, I feel you not only successful for yourself, but for a lot of people. You made life possible for a lot of people. So that's something which is playing on my mind right now as we go into the card game. Please. That brings us to നമ്മുടെ ശ്രീയുടെ favorite section, that is a card game, Vanessa's card game. ഇത് ഞാൻ പല ഷോയിലും തന്നെ ഇത് കാർഡ് എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കില്ല. എപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ഈ കാർഡ് വിളിക്കുന്നുണ്ട്. വെനസ കാണണം, പേര് കേട്ടിട്ടെ. ഐ മീൻ സീരിയസ്ലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി അത് എനിക്ക് എപ്പോഴും യൂട്യൂബിൽ കമൻസ് വരില്ലേ, അപ്പോൾ ആ കമൻസിനകത്ത് ചില സമയത്ത് നമ്മൾ ഈ കീപ് ഗോയിങ് ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ സീരീസ് ഉണ്ട്. 1 മിനിറ്റിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനം പറയുന്നു. അതിൻ്റെ ചില സാധനം, ഇതൊക്കെ നിങ്ങൾക്കിങ്ങനെ പറയാം, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾക്ക് ഇതൊക്കെ ഇരുന്ന് പ്രസംഗിച്ചാൽ മതി, വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ചവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് വരും. അപ്പം ഞാനിതെല്ലാം വായിച്ചിട്ട് പറയും, ഐ മീൻ സീരിയസ്ലി എനിക്കറിയാം മൈ ജേർണി എന്നോട് വേണോ? അത് അടിപൊളി കാർഡാണല്ലോ ഗ്രീൻ. See what happens നെക്സ്റ്റ്. അതെപ്പോഴും ചിന്തിക്കാറുണ്ടോ? ലൈക്ക് ഒരു ചാൻസ് എടുത്തിട്ട്
ഇനി എന്ത് സംഭവിക്കും? ഞാൻ കുറച്ച് ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു കാര്യം ചെയ്തിട്ട് എന്താ നോക്കാം, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് എന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കും ഇത് ചിലപ്പോൾ എന്നെ പ്ലാൻ പടി നടക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല, മാറി ചിലപ്പോൾ സംഭവിച്ചോട്ടെ. പക്ഷേ ഞാനൊരു പ്ലാനോട് കൂടിയിട്ടാണ് സാധാരണ എന്ത് കാര്യം ചെയ്യും. അതിപ്പോൾ ഒരു യാത്രയായാൽ പോലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ എടുക്കാറില്ല. പക്ഷേ ആ സംഭവിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ നിൽക്കാറുണ്ട്. ഓക്കെ. പക്ഷേ അപ്പോൾ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് വെഞ്ചർ ആണെങ്കിൽ ഒരു സേഫ്റ്റി നെറ്റ് വെച്ചിട്ടായിരിക്കും. ഐ ലൈക്ക് ദ വേ യു സെഡ് അബൌട്ട് ഒരു കാലയളവ് വെച്ചിരിക്കും ഫോർ എനി ന്യൂ ഡിസിഷൻസ് ദാറ്റ് യു ഹാവ് ടേക്കൺ ടു സീ ഇഫ് ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. നമ്മളിപ്പോൾ ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ടിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പം പറയാറുണ്ട് പേഷ്യൻസോട് കൂടി ദിവസങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം മീൻ കൊത്തുന്നു. ചിലപ്പോൾ ആ സ്ഥലത്ത് മീൻ ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇടിയിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി ചൂണ്ടയിട്ടാലേ കിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു ടൈം ഫ്രെയിം ഇല്ലാതെ കാലങ്ങളോളം ഞാൻ ഇതും പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ മീൻ ചിലപ്പോൾ വരണമെന്നില്ല. അത് മണ്ടത്തരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം ഫ്രെയിം നമ്മൾ ഇടണം. അത് പക്ഷെ തീരെ ചെറുതാവരുത്. പക്ഷെ ഒരു കാൽക്കുലേഷൻ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെർഫെക്റ്റ്. യു നോ ബെറ്റർ. അങ്ങനെയാണോ? ഞാൻ എപ്പോഴും അവരുടെ മുൻപിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുക. അത് ആരുടെ മുൻപിൽ സംസാരിക്കുമ്പോഴായാലും. ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും യു നോ ബെറ്റർ. അതിന് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഹെയർ കട്ടിന് പോയി, ആ ഹെയർ ഗ്രൂമറിനാണ് ആക്ച്വലി നമ്മൾ ഹെയർ ടെക്സ്ചറിനെ കുറിച്ചും നമുക്ക് ഉള്ള ആ ഹെയർ കളർ ചേരില്ലയോ ഇത് എന്നെക്കാളും ബെറ്ററായിട്ട് അവർക്കാണ് അറിയാം. അല്ലെങ്കിൽ ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പോയി, ആ ഡിസൈനർ അത് പഠിച്ചിട്ടുള്ള ആളാണ്, അവരാണ് എക്സ്പേർട്ട്, ദേ നോ ബെറ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ആ കാര്യങ്ങളെ കാണുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ബോസും കൂടിയാണ്. യു ലീഡ് എ ടീം ഓഫ് സോ മെനി പീപ്പിൾ. അതല്ലാതെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹെഡായിട്ടിരുന്നിട്ടുണ്ട്. ബിക്കോസ് വി സീ ഫ്യൂവർ വിമൻ അപ്പ് ഇൻ ദ ടോപ്പ്. ഇസ് ദർ എ ഡിഫറൻസ് ഇൻ ദ വേ യു ഹാൻഡിൽ പീപ്പിൾ? അല്ലെങ്കിൽ അക്സെപ്റ്റൻസിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ് ജെൻഡർ ഡൈനാമിക്സ്? ഈ ഒരു ജെൻഡർ ഇഷ്യൂ ഞാൻ കരിയറൊക്കെ തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സ്ത്രീകളിപ്പം ആ ഒരു ടോപ്പ് പൊസിഷനിൽ ഒരു ബോസ്സായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ കുറേയേറെ ആളുകൾ അതുമായിട്ട് യൂസ്ഡ് ആണ്. ദാറ്റ് ലൈക്ക് നമ്മുടെ മുകളിലിരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ലേഡി ആയിരിക്കും എന്നുള്ളൊരു സാധനത്തിന് യൂസ്ഡായി വരുന്നുണ്ട് ആളുകൾ. പക്ഷേ എന്നാലും ഈ അതോറിറ്റി എന്ന് പറയുന്നൊരു സാധനം വരുമ്പം ഒരു സ്ത്രീ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഒരു പുരുഷൻ ഹാൻഡിൽ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഓരോ ഡിസിഷൻ എടുക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിലായാലും ഇവരുടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സെയിം പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആണെങ്കിലും എനിക്ക് ലേഡീസ് കുറച്ചും കൂടി അതിനെ, കാരണം നമ്മളൊരു വീട്, ഒരു കുടുംബം, ഇതൊക്കെ ഒരു ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ ഗ്രൂംഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സിറ്റുവേഷൻ കാണുമ്പോൾ അതിനെ 360 ഡിഗ്രിയിൽ അനലൈസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് കട്ട് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമായിരിക്കില്ല. ഒരു 360 ഡിഗ്രി സാധനം ഒരു സ്ത്രീക്ക് പുരുഷനേക്കാളും പറ്റുന്നു എന്ന് എനിക്കൊരു ബോസ് പൊസിഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ. വൈ ഈ വൈ എത്ര റെലവൻ്റ് ആണ് ഇൻ യുവർ ലൈഫ്? എന്ത് കാര്യത്തിന്, എന്ത് ചോദ്യം അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനോട് നമ്മളൊരു 10 പ്രാവശ്യം വൈ, വാട്ട്, വെൻ, വെയർ ഇതൊക്കെ ചോദിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഈ വൈ എന്നുള്ളതിന് ക്ലാരിറ്റി കിട്ടാത്തിടത്തോളം കാലം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചൊരു നടപ്പില്ല. പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് വരെ നമുക്ക് 100 സമയമുണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ടു ടേക്ക് ഒപ്പീനിയൻ. പക്ഷേ ഡിസിഷൻ എടുത്തു. അതുകൊണ്ട് എന്ത് കാര്യം കിട്ടുമ്പോഴും ഞാൻ പല ആവർത്തി അതിനോട് ഈ വൈ എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. And I think it makes absolute sense what you said. Yeah. Just let it be. അങ്ങനെ വിടാറുണ്ടോ കാര്യങ്ങൾ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ബിറ്റ്വീൻ പീപ്പിൾ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ആ ഒരു ആറ്റിറ്റ്യൂഡാണോ? ഓർ ഡു യു തിങ്ക് അതിന് സൊല്യൂഷൻ ഉടനെ തന്നെ കണ്ടുപിടിക്കണം? എല്ലാ പ്രശ്നങ്ങളും അപ്പം തന്നെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങനെയൊന്നുമുള്ള തോട്ട് എനിക്കില്ല. ചില കാര്യങ്ങളെ നമ്മൾ അങ്ങനെ അങ്ങ് വിടേണ്ടി വരും. ഓക്കെ, അതപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ,
ടൈം വിൽ ഹീൽ എവ്രിതിങ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളെയും സമയം ഹീൽ ചെയ്യും, ചെയ്യാണ്ടിരിക്കില്ല. അപ്പൂപ്പൻ ജീവിതത്തിൽ നിന്ന് പോയപ്പോഴത്തേനും ഞാൻ ആ ഒരു ഡേ എങ്ങനെ കടന്നു പോയെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ മരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. അത്രയും എനിക്ക് എന്താ പറയുക, അങ്ങ് അത്രയും ഡെസ്പായി പോയൊരു സിറ്റുവേഷൻ. പക്ഷേ ടൈം ഹീൽ ചെയ്തു അതിനെയും. അത്രയും വലിയൊരു ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതിനെയും സമയം ഹീൽ ചെയ്തു. സോ ചില കാര്യങ്ങൾ സമയത്തിനങ്ങ് വിട്ടുകൊടുത്ത് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനമായിട്ട് അങ്ങ് ഇരിക്കുക എന്നുള്ളതേ ആ സിറ്റുവേഷനുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല പ്രാവശ്യം വൈ എന്ന് ചോദിക്കുക, കാരണങ്ങൾ കണ്ടുപിടിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എങ്കിൽ ചെയ്യുക. ചിലതൊന്നും ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അപ്പോൾ അവിടെ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് പേഴ്സൺ. ഹൗ ഡു യു കാറ്റഗറൈസ് യുവർ സെൽഫ്? ഗോൾ ഓറിയൻറ്റഡ് ആണോ, ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകുന്നതാണോ, അതോ പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ആളാണോ? ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യും. അതൊരു ടൈം ഫ്രെയിം ഒക്കെ ഇട്ട് കൃത്യമായിട്ടുള്ള ഗോളും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് പോവുക. ആ ഗോൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആ വർക്ക് ചെയ്യേണ്ട വേ അല്ലെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇതാക്കുക. ആ പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി ചിലപ്പം മാറ്റേണ്ടി വരും, ചിലപ്പം കുറച്ച് ദൂരം പോയിട്ട് ഇതുവഴി ഒന്ന് തിരിഞ്ഞ് വേറൊരു വഴി കൂടെ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഗോൾ അവിടെ തന്നെയുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പോവുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒത്തിരി കാർഡ്സ് എടുക്കാൻ തോന്നുന്നു കേട്ടോ ശ്രീധർ. നല്ല രസമുണ്ട് ഉത്തരങ്ങൾ കേൾക്കാൻ. ട്രിക്കിയർ ദാൻ ഇറ്റ് ലുക്സ്. ട്രിക്കിയർ ദാൻ ഇറ്റ് ലുക്സ്. ടെൽ മീ വാട്ട് ഈസ് ട്രിക്കിയർ ദാൻ ഇറ്റ് ലുക്സ്? ബിസിനസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ട്രിക്കിയർ ദാൻ ഇറ്റ് ലുക്സ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ദിസ് ഇസ് സോ ഈസി ആൻഡ് ഇതിൽ വേറെ എന്താണ് അണ്ടർലൈങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അല്ല, ഇറ്റ് മേ ബി ട്രിക്കിയർ ദാൻ ഇറ്റ് ലുക്സ്. ഒരു ഓൺട്രപ്രനറിന് വേണ്ട 3 മൈൻഡ് സെറ്റ് ടിപ്സ് അല്ലെങ്കിൽ അഡ്വൈസ്. റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ്. റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ മൈൻഡ് സെറ്റ് ഇല്ല എങ്കിൽ ബിസിനസ്സിൽ പൈസ വന്ന് ഇങ്ങനെ ഓടി വന്ന് കയറുമെന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് അവിടെ നമ്മളൊരു ഭയങ്കര റിസ്ക് എടുക്കുകയാണ് എന്നാൽ ഇതിൽ മാത്രമേ ആരും ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ. ഓക്കെ, അപ്പോൾ ആ റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് ഇല്ലാത്തവർ ബിസിനസ്സിൽ ഇറങ്ങരുത്. കാരണം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സഫർ ചെയ്യും. ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ ഡെസ്പായി, നിങ്ങൾക്ക് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി കയ്യിൽ നിന്ന് എല്ലാം പോകും. അപ്പോൾ ആ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് കൊണ്ടുപോകാനായിട്ട് വേണം. പിന്നെ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമുക്കൊരു ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ക്വാളിറ്റീസ് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് ആൾക്കാരെ നിർത്താനും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുമായിട്ട് വളരെ നമ്മൾ ബുദ്ധിമുട്ടും. പിന്നെ എന്ന് പറയുന്നത് എന്തും പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം, തുറന്ന മനസ്സ്. ചിലപ്പോൾ നമ്മുടെ കീഴെ നമ്മൾ ജോലിക്ക് വെക്കേണ്ടി വരിക നമ്മളെക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരാളെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത്, അവർ പറയുന്നത് കേൾക്കാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഞാനാണ് പൈസ ഇറക്കിയത്, എനിക്കെല്ലാം അറിയാം, നീ ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ അത് തുറന്ന് കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുള്ള മൈൻഡ് സെറ്റ് നമ്മളിൽ ഡെവലപ്ഡ് ആയിരിക്കണം. ഇതേ കാര്യങ്ങളാണോ യൂട്യൂബർക്ക് വേണ്ടത്? യൂട്യൂബറിന് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ഇല്ലാതെ പറ്റില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലാണ് ഇപ്പോൾ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പോലെ തുടങ്ങുന്നു, പിന്നെ നമ്മുടെ അമ്മായി, കുഞ്ഞമ്മ, കൊച്ചു 4 പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ സന്തോഷത്തിലെത്തുന്നു, പിന്നെ നമ്മുടെ ബിഗ് ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സ് ഇത് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ തീർന്നു എന്ന് വരുമ്പോഴത്തേനും മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ വരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യം നന്നായി റിസർച്ച് ചെയ്ത് ചെയ്യുക. ചുമ്മാ ആർക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവണം എന്ന മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം എന്നുള്ളത് ഫസ്റ്റ് മൈൻഡ് സെറ്റ് ആവരുത്. അതിൽ നിന്ന് റവന്യൂ ആദ്യം തന്നെ വന്ന് തുടങ്ങാനൊന്നും പോകുന്നില്ല. വെൻ യുവർ കോണ്ടൻറ്റ് ഇസ് ലൈക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോണ്ടൻ്റ് ആണ്, ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പം നിഖിൽ കാമത്ത് പോലുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ചില പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് 3.5 മണിക്കൂറൊക്കെയുള്ള പോഡ്കാസ്റ്റാണ്. എന്നിട്ടും എത്ര മില്യൺ വ്യൂസ് ഉണ്ട് അതിന്. ആൾക്കാരത് കാണുന്നുണ്ട്, അത്രയും കേൾക്കുന്നുണ്ട്, അത്രയും. അത് ലോങ് ആണോ ഷോർട്ട് ആണോ ഇതിലൊന്നും അല്ല കാര്യം. നമ്മൾ കൊടുക്കുന്ന കാര്യം എന്തുമാത്രം ക്വാളിറ്റി അതിനുണ്ട്, എന്തുമാത്രം ആളുകൾക്ക് അതിന് ഉപകാരം ഉണ്ടാവണം, അത്രമാത്രം ആളുകൾ അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അല്ലാതെ അതിൽ നിന്നുള്ള കാര്യങ്ങൾ റവന്യൂ എന്നുള്ള ഒരു പോയിന്റിനെ മാത്രം നോക്കിയിട്ടാണ് എങ്കിൽ
അത് വലിയ സക്സസ്ഫുൾ ആവില്ല. പിന്നെ ഈ യൂട്യൂബൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കോണ്ടൻറ്റ് നിഷ് കോണ്ടൻ്റാണ്. അപ്പം ഈ നിഷ് കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും കാണുകയും കേൾക്കില്ല. ഇപ്പോൾ കരിയർ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ധന്യ, ഞാൻ വേണമെങ്കിൽ ആ യൂട്യൂബ് അനലിറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 4 മാസവും എൻ്റെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂസ് ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്തിട്ടുണ്ടാവും. അന്ന് വരെ എന്ത് പഠിക്കണമെന്നോ എന്ത് കോഴ്സാണെന്നോ ഒറ്റ മനുഷ്യന് തപ്പണ്ട. പക്ഷെ ആ സമയമാകുമ്പോഴത്തേനും കുട്ടികളും പാരൻസും ഇരുന്നങ്ങ് കാണുക. ഇതൊക്കെ നേരത്തെ കാലത്തെ ചെയ്തിരുന്നെങ്കിലും ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടായിരുന്നു. പക്ഷെ ദേ ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ യൂട്യൂബറായിരിക്കുമ്പോൾ അങ്ങനെ ഒരു കോട്ട് നിങ്ങൾ അണിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇന്ന് തന്നെ ഇത് വൈറലാവണം, ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തുള്ള ആളുകൾ മുഴുവൻ നമ്മളെ തിരിച്ചറിയണം. ഇല്ല. അല്ല, ഞാൻ പലപ്പോഴും എടുത്ത് കരയാറുണ്ട്. ഞാൻ ഈ റിസർച്ചൊക്കെ ചെയ്ത് മെനക്കെട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ റെസിപ്പി ആയിരിക്കും, ഒരു കുറുക്കായിരിക്കും, അതാണ് കറി വൈറലാവുന്നത്. അപ്പം ഭയങ്കര സങ്കടം തോന്നും. ബട്ട് യാ, പാർട്ട് ഓഫ് ലൈഫ്. You choose this path. It's your decision. Yeah. And coming to the last question, okay? What is success for you? എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് കൃത്യമായൊരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു യാത്രയാണ്. ആൻഡ് ഇറ്റ്സ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഇൻ ദാറ്റ് ജേർണി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ്. അത് ഞാൻ ഒരിക്കലും, എനിക്ക് ഗോൾസ് ഉണ്ട്, ഒരുപാട് ഗോൾസ് ഉണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനൊക്കെ എഴുതി വെച്ച് ചെയ്യുന്ന ആളുമാണ്. അങ്ങനെയൊക്കെയുള്ള ചില വിചിത്രമായ സ്വഭാവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യുന്നു. ധന്യയോട് ഇത്രയും സമയം സംസാരിച്ചതും ഞാൻ എൻജോയ് ചെയ്തു. അതും എൻ്റെ ജീവിതത്തിലെ ഒരു വിജയമാണ്. ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ധന്യ ഞാൻ നേരിട്ട് കണ്ടു. ധന്യയോട് ആ കണ്ട സമയത്തുള്ള ഞാനോ ധന്യോ അല്ല ഇപ്പോൾ ഉള്ളത്. അല്ലേ? എത്ര മാറി ആലോചിച്ച് നോക്കും. അന്ന് തന്നെ റോസ് ബൗളിൽ ഒരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്യാണ്. അതിൽ പാനലിസ്റ്റിൽ ഒരാളായിട്ട് ഞാൻ വന്നിരുന്നു, കാര്യം സംസാരിച്ചു, ഇറങ്ങിപ്പോയി. അതിനുശേഷം നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് നോക്കൂ. അപ്പം അപ്പം ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ടിരുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഉള്ള ഷോസും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ ഷോയും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളുടെയും ക്വാളിറ്റി ആയിട്ടുള്ള കോണ്ടൻറ്റ് ഉള്ളതെല്ലാം ഞാൻ കേൾക്കും. കുത്തിയിരുന്ന് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല. പക്ഷെ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പ്ലേ ചെയ്തിട്ടുണ്ടാവും യൂട്യൂബ്. അപ്പോൾ അത് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ഇതുപോലെ വെനൈസയുടെ കാർഡ് എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് വന്നിരുന്ന് എടുക്കാൻ പറ്റുമോ. സീ ഇറ്റ് ഹസ് ഹാപ്പൻഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു സക്സസ് ആണ്. ഓരോ മൊമെൻറ്റും ഒരു എൻജോയബിൾ, സക്സസ്ഫുൾ. അപ്പോൾ ഇനി വലിയ വലിയ മൈൽ സ്റ്റോൺസ് ഇനിയും സ്കെയിൽ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ശ്രീ. ഞാൻ അയ്യോ വയ്യേ, എനിക്ക് ഇവിടെ വേദനിക്കണോ അവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഓടി നടന്ന് പണിയെടുക്കുകയാണ്. ഐ ആം സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ഫോർ യു, ഫോർ യുവർ ലൈഫ് ജേർണി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു ധന്യ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.